കേട്ടറ്റ് എക്സാം എഴുതുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മൾ കാറ്റഗറി 2 സോഷ്യൽ സയൻസ് പല ആളുകളും പ്രധാന വിഷയമായിട്ട് എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പഴയകാല സോഷ്യൽ സയൻസിൻ്റെ ചോദ്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ വർഷം 2025 ജനുവരിയിൽ നടന്ന എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നിങ്ങൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. നമുക്ക് തുടങ്ങാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ റെയിൽവേ നടപ്പാക്കിയത് എന്നാണ്? 1853, 1857, 1885, 1856. ഏതാണ് കൃത്യമായ വർഷം? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ എന്താണ്? 1853 ഇന്ത്യയിൽ റെയിൽ ഗതാഗതം, അതായത് തീവണ്ടി ആരംഭിക്കുന്നത്, റെയിൽവേ ആരംഭിക്കുന്നത്. നിങ്ങൾ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. നിങ്ങൾ നോക്കൂ, റെയിൽവേയുടെ തുടക്കം ഇവിടെ നിന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16 അല്ലേ? വൈകുന്നേരം 3:35 ബോംബെയിൽ നിന്ന് താനെ. മറ്റൊരു പോയിന്റ് ആട്ടോ, ബോംബെയിൽ നിന്ന് താനെയിലേക്കുള്ള. അതുപോലെ തന്നെ കേരളത്തിൽ എപ്പോഴാണ് ആരംഭിക്കുന്നത്? 1861 മാർച്ചിൽ തിരൂരിൽ നിന്ന് ബേപ്പൂരിലേക്ക്. അപ്പോൾ നമ്മൾ സാധാ രീതിയിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഉത്തരം പറയുന്നു, ആ രീതിയിലല്ല നമ്മുടെ ക്ലാസ്സുകളുള്ളത്. തീർച്ചയായും നമുക്ക് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് മനസ്സിലാക്കി പഠിക്കണം. തീർച്ചയായും ഇത്തരം ക്ലാസ്സുകൾ ഇങ്ങനെ പരീക്ഷ വരുന്ന സമയത്ത് ഒരു പേടിയില്ലാതെ നമുക്ക് കേട്ടറ്റ് എക്സാമിന് അനായാസം വിജയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ ക്ലാസ് കൊണ്ടുപോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ക്യൂണിഫോം എന്ന പദം സൂചിപ്പിക്കുന്നത്, ദ ടേം ക്യൂണിഫോം മീൻസ് അല്ലേ, എന്താണ്? ഡിസ്ക് ഷേപ്പ്, ബാരൽ ഷേപ്പ്, വെഡ്ജ് ഷേപ്പ്, സ്ഫെറിക്കൽ ഷേപ്പ്. എന്താണ് ക്യൂണിഫോം എന്ന പദത്തിൻ്റെ അർത്ഥം? നമുക്കറിയാം അതെന്താണ്. അത് ആപ്പിൻ്റെ ആകൃതിയിലാണ്, അതല്ലെങ്കിൽ വെഡ്ജ് ഷേപ്പ് എന്നാണ്. നിങ്ങൾക്കിവിടെ കാണാം 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ, അതിൽ മൊസപ്പൊട്ടോമിയയിലെ എഴുത്തുവിദ്യ ക്യൂണിഫോം എന്നാണ് അറിയപ്പെടുന്നത്. അവരുടെ ലിപികൾക്ക് ആപ്പിൻ്റെ ആകൃതിയായിരുന്നു. മണ്ണ് കുഴിച്ചുണ്ടാക്കിയ ചെറു ഫലകങ്ങളുടെ മിനുസമുള്ള പ്രതലത്തിലാണ് അവർ എഴുതിയിരുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ചോദ്യത്തിൽ നിന്നാണ്, ഈ ചാപ്റ്ററിൽ നിന്നാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പാദുവ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ജർമ്മനി, ഇറ്റലി. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, ഇറ്റലിയാണ്. കാരണം ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന സർവകലാശാലകളിൽ ഒന്നാണ് ഇറ്റലിയിലെ പാദുവ സർവകലാശാല. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകനെ കണ്ടെത്തുക. ഐഡൻറ്റിഫൈ ദ ഫൗണ്ടർ ഓഫ് ആത്മവിദ്യാ സംഘം. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, VT ഭട്ടതിരിപ്പാട്. ആരാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ? നമുക്കറിയാം അത് വാഗ്ഭടാനന്ദനാണ് അല്ലേ, ആത്മവിദ്യാ സംഘം. അപ്പം നിങ്ങൾ മറ്റുള്ളവയൊക്കെ നമുക്കൊന്ന് നോക്കാം. വൈകുണ്ഠ സ്വാമികൾ എന്തായിരുന്നു ഉണ്ടായത്? സമത്വ സമാജം അല്ലേ. പിന്നെ ആരായിരുന്നു? സഹോദര സംഘം സ്ഥാപിച്ചതാണ് സഹോദരൻ അയ്യപ്പൻ. VT ഭട്ടതിരിപ്പാട് നമുക്കറിയാം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്തമായ നാടകം എഴുതിയ ആളാണ് VT ഭട്ടതിരിപ്പാട്. ഇതിൻ്റെ ഉത്തരം നമുക്ക് 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അന്ധവിശ്വാസങ്ങൾക്കെതിരെ എന്ന് പറയുന്ന ഭാഗത്ത് കാണാം. മലബാറിൽ സാമൂഹിക അനാചാരങ്ങൾക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ പ്രമുഖനായിരുന്നു വാഗ്ഭടാനന്ദൻ. ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച അല്ലേ, നമ്മൾ വാഗ്ഭടാനന്ദനെ കുറിച്ചല്ലേ ചോദ്യം. അപ്പോൾ ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിച്ച വാഗ്ഭടാനന്ദൻ അന്ധവിശ്വാസങ്ങൾ, അർത്ഥശൂന്യമായ ചടങ്ങുകൾ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചു. ഇതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. ഇതിൽ മറ്റുള്ള നവോത്ഥാന നായകരെയും നിങ്ങൾ തന്നെ ജസ്റ്റ് നോക്കി വെക്കണം. ഈ ഭാഗങ്ങളിൽ നിന്ന് ഒരു ചോദ്യം തീർച്ചയായും വരും.
അടുത്ത നമ്മുടെ ചോദ്യം നോക്കൂ. കാമാഖ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാൾ, ഒറീസ, അസം, ത്രിപുര. ഉത്തരം എവിടെയാണ്? അസമിലാണ്. ആസാമിലെ ഒരു ക്ഷേത്രമാണ് അല്ലേ? ആസാമിലെ ഒരു ക്ഷേത്രമാണ് ഏത്? കാമാഖ്യ ക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വേണാടുമായി ബന്ധപ്പെട്ട സ്വരൂപത്തെ കണ്ടെത്തുക. നമുക്കറിയാം വേണാട് പഴയകാലത്ത് തിരുവിതാംകൂറിലെ ഒരു പ്രദേശമായിരുന്നു. പഴയകാലത്ത് തിരുവിതാംകൂറിലെ ഒരു പ്രദേശമല്ലേ? അപ്പോൾ വേണാടുമായി ബന്ധപ്പെട്ട ആ ഒരു സ്വരൂപത്തിൻ്റെ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. തൃപ്പാപ്പൂർ സ്വരൂപം. ശ്രദ്ധിക്കേണ്ടത് ഇവിടെയുള്ള മറ്റുള്ള സ്വരൂപങ്ങൾ. പെരുമ്പടപ്പ് സ്വരൂപം അതെവിടെയാണെന്നറിയോ? പെരുമ്പടപ്പ് കൊച്ചിയിലെ സ്വരൂപത്തിൻ്റെ പേരായിരുന്നു. നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട് സ്വരൂപമായിരുന്നു അല്ലേ? അന്ന് ഓരോ സ്വരൂപങ്ങളായിട്ടായിരുന്നു കേരളത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അടുത്തത് 37ാമത്തെ ചോദ്യം. ധരാസന ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം. ധരാസന നമുക്കറിയാം. ധരാസന പ്രശസ്തമായൊരു ഉപ്പു സത്യാഗ്രഹം നടന്ന കേന്ദ്രമാണ്. നമുക്കറിയാം 1930 ഗാന്ധി ദണ്ഡിയിലേക്ക് എന്ത് ചെയ്യുന്നത്? മാർച്ച് നടത്തുന്നത് അല്ലേ? എന്നാൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം അടുത്തത് ഗാന്ധി വിചാരിച്ചിരുന്ന മറ്റൊരു കേന്ദ്രമായിരുന്നു ധരാസന. അവിടേക്ക് പിന്നീട് സരോജിനി നായിഡു ആണ് ഉപ്പു സത്യാഗ്രഹം നേതൃത്വം നൽകിയത്. തീർച്ചയായും ആ ധരാസന ഗുജറാത്തിൽ തന്നെയാണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ, ഗുജറാത്ത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. ഫ്ലൈയിങ് ഷട്ടിൽ ലൂം കണ്ടുപിടിച്ചതാര്? ഹു ഇൻവെന്റഡ് ദ ഫ്ലൈയിങ് ഷട്ടിൽ ലൂം? ജോൺ കെ, റിച്ചാർഡ് ആർക്രൈറ്റ്, സാമുവൽ ക്രോംപ്റ്റൺ, എഡ്മണ്ട് കർട്ട്റൈറ്റ്. ആരാണ്? ഉത്തരം ജോൺ കെ ആണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ജോൺ കെയുടെ ഒരു പ്രത്യേകത, നമുക്ക് ഷട്ടിലല്ലേ, നമ്മുടെ ഷട്ടിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഷട്ടിൽ കളിക്കാറുള്ളത്? കൈ കൊണ്ടല്ലേ. അപ്പോൾ ഈ കെ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. കൈ കൊണ്ടാണ് ഷട്ടിൽ കളിക്കുക. അപ്പോൾ നിങ്ങൾ ഈ പേരൊന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഡൽഹിയിൽ നിന്നും ദൗലത്താബാദിലേക്ക് തലസ്ഥാനം മാറ്റിയ ഭരണാധികാരിയുടെ പേര്? നമുക്കറിയാം സുൽത്താനേറ്റ് പീരീഡിൽ ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് തലസ്ഥാനം മാറ്റിയതാരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്, ഗിയാസുദ്ദീൻ ഖൽജി. ബാൽബനാണ്. ഷാജഹാൻ, അലാവുദ്ദീൻ ഖൽജി. ആരാണ്? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് അല്ലേ? മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ പരിഷ്കാരത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക? തുഗ്ലക് പരിഷ്കരം എന്ന് പറയാം. ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദിലേക്ക് എത്തിയപ്പോൾ തൻ്റെ എല്ലാ ജനങ്ങളുമായിട്ടാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. വീണ്ടും അദ്ദേഹത്തിന് തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ തലസ്ഥാനം മാറ്റാൻ തോന്നി. വീണ്ടും അദ്ദേഹം അങ്ങോട്ട് തിരിച്ചുപോയി. ഈ ഒരു പ്രസിദ്ധമാണ് ഹിസ്റ്ററിയിൽ ഈ ഒരു പ്രധാനപ്പെട്ട സംഭവം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ നൽകിയിരിക്കുന്നതിൽ ഋഗ്വേദ കാലത്തെ ആര്യന്മാരുടെ അസംബ്ലി ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് ആൻ അസംബ്ലി ഓഫ് ആര്യൻസ് ഡ്യൂറിങ് ദ ഋഗ്വേദിക് പീരീഡ്? ഏതാണ്? ബലി, ബാഗ, സംഘം, വിദാത. ഇവിടെ വിദാത എന്നുള്ളതാണ് ആര്യന്മാരുടെ സംഘം. ഓക്കെ, അവിടെ ബലി, ബാഗ എന്നുള്ളത് അന്നത്തെ നികുതിയായിരുന്നു. നികുതിയുടെ പേരാണ് കേട്ടോ, നികുതി, ബലി, ബാഗ. ഓക്കെ, സംഘം നമുക്കറിയാം സംഘകാലഘട്ടത്തിൻ്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ് സംഘം. ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൻ്റെ അടുത്ത ഘട്ടം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ 2025 ജനുവരിയിൽ നടന്ന കാറ്റഗറി 2 എക്സാമിന് ചോദിച്ച സോഷ്യൽ സയൻസ് ചോദ്യങ്ങൾ 2 വീഡിയോയിൽ ചെയ്തു. അതിൻ്റെ 3ാമത്തെ ഭാഗം, അവസാനത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇതിൽ ഒന്നാമത്തെ ചോദ്യമാണ്. അതായത് 55 വരെ നമ്മൾ പറഞ്ഞിരുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്തായിരുന്നു? അതായത് 1956 മുതൽ 61 വരെയായിരുന്നു 2ാം പഞ്ചവത്സര പദ്ധതി ഇല്ലേ? ആ ഒരു സമയത്ത് നടന്ന പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം ദ്രുതഗതിയിലുള്ള വ്യാവസായികവൽക്കരണം ആർജിക്കൽ, അച്ചീവിംഗ് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ, കാർഷിക സ്വയം പര്യാപ്തത ഉറപ്പുവരുത്തൽ, എൻഷുറിംഗ് അഗ്രികൾച്ചറൽ സെൽഫ് സഫിഷ്യൻസി, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം പ്രോത്സാഹിപ്പിക്കൽ, പ്രൊമോട്ടിംഗ് പ്രൈവറ്റൈസേഷൻ ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്, കയറ്റുമതി കേന്ദ്രീകൃത വളർച്ച പരിപോഷിപ്പിക്കൽ, ഫോസ്റ്റർ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഗ്രോത്ത്. ഇതിൽ പ്രധാനപ്പെട്ട, അതായത് 2ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്നുള്ളത് ദ്രുതഗതിയിലുള്ള വ്യാവസായികവൽക്കരണം അല്ലേ? അതായിരുന്നു ആദ്യത്തെ പദ്ധതി. നമുക്കറിയാം ആദ്യത്തെ ഒരു പദ്ധതിയിൽ എന്തിന് പ്രാധാന്യം കൊടുത്തിരുന്നു?
കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം. രണ്ടാമത്തെ ഘട്ടത്തിലാണ് ദ്രുതഗതിയിലുള്ള വ്യാവസായിക വൽക്കരണം ആർജിക്കുക. നമുക്കറിയാം മഹാലനോബിസ് മാതൃക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇവിടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുള്ളതാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലയുടെ സമഗ്ര വികസനം, അതാണ് ഒന്നാം. രണ്ടാമത് നോക്കൂ, വ്യാവസായിക വികസനം. കണ്ടോ, അതാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. ബാക്കിയുള്ളത് കൂടി അറിഞ്ഞിരിക്കുക. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത, അതായത് സെൽഫ് സഫിഷ്യൻസിക്കാണ് പ്രാധാന്യം കൊടുത്തത്. നാലാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുകൂടിയ വളർച്ച, സ്വാശ്രയത്വം, അതിൻ്റെ പ്രാധാന്യം. പിന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം അഞ്ചാം. ഇത് ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ടോ, ഗരീബി ഹട്ടാവോ. അപ്പോൾ ആറാം പഞ്ചവത്സര പദ്ധതി 80-കൾ 81, അതായത് 79 കഴിഞ്ഞിട്ട് അടുത്ത 80-ലാണ് തുടങ്ങിയത്. 85 വരെ കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. പിന്നെ ഏഴാം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രധാനപ്പെട്ട പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതിൻ്റെ ലക്ഷ്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ഏത്? വാഷിങ്ടൺ, ന്യൂയോർക്ക്, ജനീവ, ബ്രസൽസ്. നമുക്കറിയാം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നമ്മുടെ പാഠപുസ്തകങ്ങളിലുള്ളതാണ്. WTO എന്തിന് പകരമായിട്ട് വന്നതാണ്? ഗാട്ടിന് പകരമായി വന്നതാണെന്നൊക്കെ പഴയ കാലത്ത് എക്സാമിനൊക്കെ ചോദിച്ചിരുന്ന ചോദ്യം കേട്ടോ. ഇത് എവിടെയാണ് ഇതിൻ്റെ ആസ്ഥാനം? ജനീവ. ഓക്കെ, ഓപ്ഷൻ സി ആണ്, ജനീവയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. ഓപ്ഷൻ സി, ജനീവ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കേരളത്തിൽ ഏത് ജില്ലയിലാണ് കയർ ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രമായി അറിയപ്പെടുന്നത്? തൃശ്ശൂർ, ആലപ്പുഴ, കണ്ണൂർ, കൊല്ലം. എവിടെയാണ്? ആലപ്പുഴ. നമുക്കറിയാം ആലപ്പുഴയിലെ കയർ ഫാക്ടറിയെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്കിലൊക്കെ കണ്ട 1854 ജെയിംസ് ഡാര എന്ന അമേരിക്കക്കാരെന്ന് പറയുന്നുണ്ട് ഏതായാലും അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ഒരു കയർ ഫാക്ടറി സ്ഥാപിച്ചു. അപ്പോൾ കേരളത്തിലെ കയർ ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രമായി അറിയപ്പെടുന്ന ആലപ്പുഴയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. സാമ്പത്തിക വളർച്ച എന്ന ആശയം മുഖ്യമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായിട്ടാണ്? എക്കണോമിക് ഗ്രോത്ത്, അതായത് നമ്മുടെ രാജ്യത്തിന് എക്കണോമിക് ഗ്രോത്ത് ഉണ്ട് എന്നുള്ളത് അത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതാണ്. പ്രൈമർലി ഫോക്കസസ് ഓൺ വിച്ച് ഓഫ് ദ ഫോളോവിങ്? ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ലൈഫ്, ജീവിത രീതിയിലുള്ള ഗുണപരമായ മെച്ചപ്പെടൽ. ദേശീയ ഉൽപ്പാദനത്തിനുള്ള പരിമാണികമായ വർധനവ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് ഇൻക്രീസ് ഇൻ നാഷണൽ ഔട്ട്പുട്ട്. വരുമാനത്തിൻ്റെ അസമത്വം കുറയ്ക്കുക, റിഡക്ഷൻ ഓഫ് ഇൻകം ഇനീക്വാലിറ്റി, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, എലിമിനേഷൻ ഓഫ് പോവർട്ടി. ഇതിൽ നമുക്ക് സാമ്പത്തിക വളർച്ച എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ക്വാണ്ടിറ്റേറ്റീവ് ഇൻക്രീസ് ഇൻ നാഷണൽ ഔട്ട്പുട്ട്, അതാണ് സാമ്പത്തിക വളർച്ച. മനസ്സിലാക്കണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 60ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സർക്കാർ സംരംഭമല്ലാത്തത്. അപ്പോൾ ഭക്ഷ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ അല്ലാത്തതാണ് ചോദിച്ചത്. PMGKY, ICDS, PMKVY, PDS. ഇതിലേതാണ്? ഓപ്ഷൻ എ, PMGKY എന്നാണ്. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്നുള്ളതാണ്. ഇത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന ഫുഡുമായി ബന്ധപ്പെട്ടതാണ്. ICDS അതും ഫുഡുമായി ബന്ധപ്പെട്ട, അതായത് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആരംഭിച്ച. അതുപോലെ PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇത് മൂന്നും എന്തുമായി ബന്ധപ്പെട്ട? ഫുഡ് സഫിഷ്യൻസിയുമായി അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഈ PMGKY എന്ന് പറഞ്ഞാൽ കൗശൽ വികാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താ? കൗശൽ വികാസ് അത് സ്കിൽ ഡെവലപ്മെൻറ്റുമായി എന്തുമായി ബന്ധപ്പെട്ടതാണ്? സ്കിൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പദ്ധതിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 61ാമത്തത്. 2024 ഏപ്രിൽ മാസം അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ ഉള്ള ദേശസാൽകൃത വാണിജ്യ ബാങ്കുകളുടെ എണ്ണം, അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക് ഉദ്ദേശിക്കുന്ന കേട്ടോ. എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ ആസ് ഓൺ ഏപ്രിൽ 2024. ഏതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ, 12 ആണ് കറക്റ്റ് ആൻസർ. അവസാനമായി കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെട്ട ബാങ്കുകളുടെ ലിസ്റ്റുകൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഏതായാലും എത്ര ബാങ്കുകളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 12 ബാങ്കുകളാണ് കേട്ടോ. 62ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ അവസാനമായി ജനസംഖ്യാ കണക്കെടുപ്പ് നടന്ന വർഷം. അതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നതാണ്.
ജനസംഖ്യയിൽ 2011 ഇതിനു മുമ്പ് സെൻസസ് നടന്നത് കേട്ടോ. സെൻസസ് കാനേഷുമാരി നടന്നത് 2011. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 63-ാമത്തെ, ഇന്ത്യയിൽ സംസ്ഥാന മന്ത്രിസഭയുടെ അധ്യക്ഷനാരാണ്? മന്ത്രിസഭയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രി, ഗവർണർ, ചീഫ് സെക്രട്ടറി, നിയമസഭ, സ്പീക്കർ. നമുക്കറിയാം മന്ത്രിസഭയുടെ ഹെഡ് ആരാണ്? മുഖ്യമന്ത്രിയാണ്. അതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 64, കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങൾ ഉൾപ്പെട്ട പട്ടികക്ക് പറയുന്ന പേരെന്താണ്? അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ലെജിസ്ലേഷൻ നിയമങ്ങൾ നിർമ്മിക്കാൻ അവകാശമുള്ളത് അത് കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുണ്ട്, അതുപോലെ 2 ഗവൺമെൻറ്റിന് കൂടെയുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങൾ ഉൾപ്പെട്ടത് ഏതിലാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. ഏതിലാണ്? യൂണിയൻ ലിസ്റ്റ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക. കൺകറൻറ്റ് ലിസ്റ്റിൽ എന്ത് ചെയ്യാം? കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും നിയമം നിർമ്മിക്കാം. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉദ്ദേശം യൂണിയൻ ലിസ്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 65-ാമത്തെ ചോദ്യം, ഒരു ലോക്സഭ അംഗമാകുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 25 വയസ്സ്, 23 വയസ്സ്, 27 വയസ്സ്, 30 വയസ്സ്. ഏതാണ്? ലോക്സഭ നമുക്കറിയാം ലോക്സഭയിലേക്ക് ചുരുങ്ങിയ പ്രായപരിധി 25ആണ്. രാജ്യസഭയിലേക്കാണെങ്കിൽ എന്താണ്? രാജ്യസഭ ശ്രദ്ധിക്കുക, അത് 30 വയസ്സല്ലേ? 30 വയസ്സ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യയിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തും. അപ്പോൾ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അവിടേക്ക് മത്സരിക്കാൻ കുറഞ്ഞ പ്രായപരിധി 21 കേട്ടോ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്നവയിൽ സുപ്രീം കോടതിയുടെ അധികാരത്തിൽപ്പെടുന്നത് ഭരണഘടന ഭേദഗതി ചെയ്യുക, നിയമം നിർമ്മിക്കുക, നിയമം വ്യാഖ്യാനിക്കുക, നികുതി ചുമത്തുക. ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആണ്. നിയമം വ്യാഖ്യാനിക്കുക, അതല്ലെങ്കിൽ ടു ഇൻ്റർപ്രിറ്റ് ലോസ്. ഭരണഘടന ഭേദഗതി ചെയ്യാനാ പാർലമെൻറ്റാണ്. നിയമം നിർമ്മിക്കുന്നവരാണ് പാർലമെൻറ്റാണ്. നികുതി ചുമത്തുന്നതും പാർലമെൻറ്റാണ്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യൻ പ്രസിഡന്റിനെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് അവിശ്വാസ പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ, കൂറുമാറ്റ നിരോധനം, ഇംപീച്ച്മെൻറ്റ്. ഏതാണ് ഉത്തരം? ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇംപീച്ച്മെൻ്റ് ആണ്. ഇതിൽ നമുക്കറിയാം കൂറുമാറ്റ നിരോധന നിയമം, അതായത് ഒരു പാർട്ടിയുടെ വിപ്പ് ലംഘിക്കുന്ന കക്ഷികൾക്കാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അവർക്ക് പുറത്താക്കാൻ സ്പീക്കർക്ക് അധികാരമുണ്ട്. കോളിംഗ് അറ്റൻഷൻ മോഷൻ, അവിശ്വാസം, നോ കോൺഫിഡൻസ് മോഷനൊക്കെ ചില മോഷൻസുകളാണ്. ചിലപ്പോൾ നിലവിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്നതാണ് നോ കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുക. അത് കൊണ്ടുവരുന്നത് ഓപ്പോസിഷൻ പാർട്ടികളാണ്. നമുക്കറിയാം ഓപ്പോസിഷൻ പാർട്ടികളാണ് കൊണ്ടുവരുന്നത്. അതുപോലെ കോൺഫിഡൻസ് മോഷൻ വിശ്വാസ പ്രമേയമുണ്ട്, അത് കൊണ്ടുവരുന്ന ആരാണ്? അത് റൂളിംഗ് പാർട്ടിയാണ്. നമുക്ക് 68-ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന് ഉറപ്പ് നൽകുന്നത്? അനുച്ഛേദം 15, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 14. ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാവരും നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാണ് എന്നല്ലേ? അതായത് റൈറ്റ് ടു ഈക്വാലിറ്റി ബിഫോർ ദ ലോ എന്നുള്ളത് ആർട്ടിക്കിൾ 14 പറയുന്നത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉള്ള ആർട്ടിക്കിൾസ് ആണ് പറഞ്ഞിട്ടുള്ളത്. 15 എന്തുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 15 ജാതി അല്ലെങ്കിൽ മതം, ജാതി, വർഗം ഇതിൻ്റെയൊക്കെ പേരിൽ തുല്യതയില്ലാതിരിക്കുക തുല്യതയ്ക്ക് വേണ്ടിയുള്ള ആർട്ടിക്കിളാണ് എന്ത്? 15. അതായത് ഒരാളെ ജാതിയുടെയോ മതത്തിൻ്റെയോ അതല്ലെങ്കിൽ ലിംഗത്തിൻ്റെയോ പേരിൽ വേർതിരിച്ച് കാണാൻ പാടില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. ആർട്ടിക്കിൾ 16 പറയുന്നത് ജോലിയിൽ തുല്യ സമത്വം കൊടുക്കണം അതായത് ഇന്ത്യയിലെ ഏത് പൗരനും ജോലിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ജോലിയിൽ എന്ത് ചെയ്യണം? തുല്യത കൊടുക്കണം. ആർട്ടിക്കിൾ 17 പറയുന്നത് എന്താണ്? അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ നിരോധിക്കുന്ന നിയമമാണ് ആർട്ടിക്കിൾ 17. അപ്പോൾ ഈ ആർട്ടിക്കിളെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 69 ജനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ അധികാരം കൈയാളുന്ന ഭരണ സമ്പ്രദായത്തിന് പറയുന്ന പേരെന്ത്? അതായത് ജനങ്ങളാണ് അവിടെ ഭരിക്കുന്നത്. ഇംഗ്ലീഷ് നോക്കിയാൽ മതി. സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് പവർ ഈസ് ഹെൽഡ് ബൈ പീപ്പിൾ ഇൻ ദർ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓർ ദർ എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. ഇതാണ് എന്ത്? മൊണാർക്കി, ഡെമോക്രസി, ഒളിഗാർക്കി, ഓട്ടോക്രസി. എന്താണ്? ഡെമോക്രസി. ഇവിടെ മൊണാർക്കി എന്താ മൊണാർക്കി? കിങ് രാജാവ് ഭരിക്കുന്ന സിസ്റ്റത്തിനാണ്
ഒളിഗാർക്കി, അതുപോലെ ഓട്ടോക്രസി, ഒരു വ്യക്തി മാത്രം ഭരിക്കുന്നതിനാണ് ഓട്ടോക്രസി, സ്വച്ഛാധിപത്യം എന്ന് പറയുന്നത്. ഒളിഗാർക്കി എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അല്ലേ, കുറച്ച് പേര് മാത്രം ഭരിക്കുന്ന സിസ്റ്റമാണെന്ത്, ഒളിഗാർക്കി. അടുത്ത് നോക്കി 70ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതലയിൽപ്പെടുന്നത്. ഫങ്ഷൻസ് ഓഫ് ദ ഗ്രാമപഞ്ചായത്ത്: വരുമാന നികുതി പിരിക്കുക, ക്രമസമാധാന പാലനം, പ്രാഥമിക വിദ്യാഭ്യാസം, ദേശീയപാതകൾ നിർമ്മിക്കുക. ഇതിലേതാണ്? പ്രാഥമിക വിദ്യാഭ്യാസമാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്വം. ഇവിടെ കളക്ഷൻ ഓഫ് ഇൻകം ടാക്സ് വിധിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ക്രമസമാധാനം പോലീസിൻ്റെ പരിപാടിയാണ്. ദേശീയപാതകൾ നിർമ്മിക്കുന്നത് ആരാണ്? ദേശീയപാത നിർമ്മാണ കമ്മിറ്റി, അതല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കാര്യങ്ങളാണ്. ഇവിടെ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏതായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ ഞങ്ങളുടെ അടുത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നമ്മൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ സയൻസിൻ്റെ ഒരു 10 ചോദ്യങ്ങൾ ചെയ്തിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ഇതിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ഫ്രഞ്ച് ആസ്ഥാനത്തെ കണ്ടെത്തുക. അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷ്, അതുപോലെ തന്നെ പോർച്ചുഗീസ്, ഫ്രഞ്ചുകാർ തുടങ്ങിയവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയാണ്? ഗോവ, മദ്രാസ്, ബോംബെ, പോണ്ടിച്ചേരി. അപ്പോൾ ഫ്രഞ്ച് ആസ്ഥാനമായിട്ടുള്ള പ്രദേശമാണ് പോണ്ടിച്ചേരി. അതുപോലെ ഗോവ നമുക്കറിയാം അതാരുടേതായിരുന്നു? പോർച്ചുഗീസുകാരുടേതായിരുന്നു, പോർച്ചുഗീസ്. അതുപോലെ മദ്രാസ്, അത് ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലണ്ടിലുള്ള. ബോംബെയും ഇംഗ്ലീഷുകാരത് തന്നെയായിരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമുക്ക് SCERTയിൽ എവിടെ കാണാം? ഫ്രഞ്ച് വാണിജ്യ ബന്ധങ്ങൾ എന്നുള്ള ഭാഗത്ത് കാണാം. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഇതോടെ കച്ചവട ലക്ഷ്യവുമായി ഫ്രഞ്ചുകാർ ഇന്ത്യയിലെത്തി. പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ തുടങ്ങിയവയായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. ഇവിടെ കണ്ടോ പുതുച്ചേരി, ഇപ്പോഴത്തെ പേര് അല്ലേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കി വെക്കേണ്ടത്, ഇതിലുള്ള മറ്റു പോയിന്റുകളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതായത് ഫ്രഞ്ച് ആസ്ഥാനം പോണ്ടിച്ചേരി, മാഹി, കാരക്കൽ. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് മാഹി എവിടെയാണ്? കേരളത്തിലാണ്. ശ്രദ്ധിച്ചോ, മാപ്പിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, കേരളത്തിലാണ്. അതുപോലെ കാരക്കൽ തമിഴ്നാട്ടിലാണ്. അതുപോലെ പോണ്ടിച്ചേരിയും അവിടെ തന്നെ. അപ്പോൾ ഇതൊക്കെ ഫ്രഞ്ച് ആസ്ഥാനമായിരുന്നു. അതുപോലെ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664 ഈ വർഷം ശ്രദ്ധിക്കണം. നമുക്കറിയാം ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1600 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കാളിദാസൻ ജീവിച്ചിരുന്നത് ആരുടെ ഭരണകാലത്താണ്? അശോകൻ, കനിഷ്കൻ, ചന്ദ്രഗുപ്ത രണ്ടാമൻ, ഹർഷവർദ്ധനൻ. അപ്പോൾ ഇത് SCERTയിൽ നിന്ന് വന്ന ചോദ്യമാണ്. നിങ്ങൾ SCERTയിൽ നോക്കൂ. ഈ വരികൾ ശ്രദ്ധിച്ചില്ലേ? ഏത് രാജവംശത്തെക്കുറിച്ചാണ്? ഗുപ്ത സാമ്രാജ്യം അല്ലേ. അതിൻ്റെ താഴെ കാണാം ഗുപ്ത കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കാളിദാസനാണ് ഈ കവിതയിൽ പരാമർശിച്ചിട്ടുള്ള കവി. അപ്പോൾ ഇതിൽ ONV കുറുപ്പ് പറഞ്ഞത് കാളിദാസനെ കുറിച്ചാണ്. അദ്ദേഹം ഗുപ്ത സാമ്രാജ്യത്തിലാണ്. നിങ്ങൾ നോക്കൂ, ഗുപ്ത സാമ്രാജ്യത്തിലുള്ള ഏത് രാജാവാണ്? അശോകൻ ആണോ? അല്ല. കനിഷ്കൻ അല്ല. പിന്നെ ആരാണ്? ഇവരൊന്നുമല്ല. പിന്നെ ചന്ദ്രഗുപ്ത രണ്ടാമൻ അല്ലേ, അവരല്ലേ. അശോകനൊക്കെ മൗര്യ സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയാണ്. അപ്പോൾ രാജാക്കന്മാരെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇത് 8ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും അതിർത്തികൾ തമ്മിൽ ഏകദേശം 30 ഡിഗ്രി രേഖാംശ വ്യത്യാസമാണുള്ളത് അല്ലേ. കിഴക്ക് നമുക്കറിയാം ഈസ്റ്റ് സൈഡ്, അതുപോലെ തന്നെ വെസ്റ്റ് സൈഡ്. അപ്പോൾ ഗുജറാത്ത് മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള ഭാഗമല്ലേ. അപ്പോൾ ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ടത്, ഇത് 30 ഡിഗ്രിയാണല്ലോ രേഖാംശം. ഈ സ്ഥലങ്ങൾക്കിടയിൽ പ്രാദേശിക സമയ വ്യത്യാസം എത്ര? രേഖാംശ രേഖ നമുക്കറിയാം താഴോട്ടുണ്ടാവുന്നല്ലേ. നമ്മുടെ ഗ്ലോബ് വരയ്ക്കുകയാണെങ്കിൽ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് വരുന്ന രീതിയിലാണ് എന്ത് ചെയ്യുക, നമുക്ക് രേഖാംശ രേഖകളുള്ളത്. അപ്പോൾ ഇതിൽ 30 ഡിഗ്രി ഡിഫറൻസ് അല്ലേ. ഈ സ്ഥലങ്ങൾക്കിടയിലെ പ്രാദേശിക സമയ വ്യത്യാസം എത്ര? ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രേഖാംശ രേഖയിൽ ഓരോ ഡിഗ്രിയും അല്ലെങ്കിൽ എത്ര ഡിഗ്രി കഴിയുമ്പോഴാണ് 1 മണിക്കൂർ സമയ വ്യത്യാസം ഉണ്ടാവുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാണാം. ഇവിടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അല്ലേ. അതായത് 82.5 ഡിഗ്രിയിലാണെന്ത്
ഇന്ത്യയുടെ മാനക രേഖാംശയായി കണക്കാക്കുന്നത്. അവിടെയാണ് സ്റ്റാൻഡേർഡ് സമയം. ഇവിടെ തന്നെ പറയുന്ന മറ്റൊന്നാണ് എന്ത്? 15 ഡിഗ്രി രേഖാംശത്തിൻ്റെ സമയ വ്യത്യാസം 1 മണിക്കൂറാണ്. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നതാണ് 15 ഡിഗ്രി രേഖാംശം വ്യത്യാസം. അവിടെ എന്തുണ്ട്? 1 മണിക്കൂർ വ്യത്യാസമാണെങ്കിൽ 30 ഡിഗ്രി ആണെങ്കിൽ എന്തുണ്ടായിരിക്കും അല്ലേ? 1 × 2 2 അല്ലേ? 15 പറയുമ്പോൾ 1 അല്ലേ? അങ്ങനെയുള്ള 2 എണ്ണം ഉണ്ടാവില്ലേ? സ്വാഭാവികമായിട്ട് 2 മണിക്കൂർ ഉണ്ടാവും. ക്ലിയർ അല്ലേ? 2 മണിക്കൂർ വ്യത്യാസമുണ്ടാവും. ആൻസർ ഏതായിരിക്കും? കൃത്യമായിട്ട് പറഞ്ഞോളൂ. ആൻസർ ഏതാണ്? 2 മണിക്കൂർ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദൈനിക താപാന്തരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? അതായത് ഡയൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് മാക്സിമം അറ്റ് എവിടെയാണ് ഈ ദൈനിക താപാന്തരണം ഏറ്റവും കൂടുതലുള്ളത്? അത് ഏറ്റവും കൂടുതൽ ഹ്യൂമിഡിറ്റി ഉള്ള ചൂടുള്ള പ്രദേശമായ ഹോട്ട് ഡെസേർട്ടിലാണ്. എവിടെയാണ്? ഹോട്ട് ഡെസേർട്ടിലാണ്. ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ചൂടുണ്ടോ ഉഷ്ണ മരുഭൂമികളിലാണ് അതായത് അന്തരീക്ഷം ചൂട് പിടിച്ച് അന്തരീക്ഷത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അന്തരീക്ഷത്തിലെ വായു ചൂട് പിടിക്കുമ്പോഴാണ് ഈ ദൈനിക താപാന്തരം, അതായത് ഡയൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അങ്ങനെയുള്ളൊരു പ്രതിഭാസം അനുഭവപ്പെടുക. സോ അത് ഉത്തരം ഹോട്ട് ഡെസേർട്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16 അല്ലേ? ഓസോൺ ദിനം സെപ്റ്റംബർ 16. ഇതിൻ്റെ ഏതാണ്? ഓസോണുമായി ബന്ധപ്പെട്ട ഒരു ഉച്ചകോടി നടന്നിട്ടുണ്ടല്ലേ? മോൺട്രിയൽ ഉച്ചകോടി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നത്. അടുത്ത നോക്കൂ, 47ാമത്തെ ക്വസ്റ്റ്യൻ. ഒരേ അളവിൽ മേഘാവൃതമായ സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന സാങ്കല്പിക രേഖ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സാങ്കല്പിക രേഖകൾ. അതിൽ ഒരേ അളവിൽ മേഘാവൃതമായത് നമുക്കറിയാം. അതേതാണ്? ഓപ്ഷൻ സി, ഐസോനെഫ് അല്ലേ? നമുക്കറിയാം നെഫോളജി, നെഫ് അല്ലേ? അവിടെ നെഫ് എന്ന് പറയുമ്പോൾ തന്നെ മേഘങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ഐസോബാർ, ഐസോതേം, അതുപോലെ ഐസോ ഹൈറ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഐസോബാർ എന്ന് പറഞ്ഞാൽ? ഒരേ മർദ്ദം അല്ലേ? നിങ്ങൾ ഐസോബാർ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ടെക്സ്റ്റിൽ ഐസോബാറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ രേഖകൾ, അതല്ലെങ്കിൽ ഐസോബാർ. ക്ലിയർ അല്ലേ? അപ്പോൾ തേം ഇവിടെ ചൂടാണ് കേട്ടോ. തെർമ് ഇത് എന്താണ്? ഒരേ ചൂടുള്ള പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 48ാമത്തെ ചോദ്യം. ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ച് കണക്കാക്കാൻ കഴിയുന്നത് എന്താണ്? ഹൈഗ്രോമീറ്റർ, ഹൈഗ്രോ എന്നാണ് കേട്ടോ, ഹൈഡ്രോ അല്ല, ഹൈഗ്രോ. അന്തരീക്ഷമർദ്ദം, ആർദ്രത, മഴയുടെ അളവ്, മണ്ണിൻ്റെ pH എന്താണ് അളക്കാൻ പറ്റുന്നത്? ഹൈഗ്രോമീറ്റർ ഹ്യൂമിഡിറ്റി അളക്കാനാണ്. ആർദ്രത എന്താണ്? ആർദ്രത. അപ്പോൾ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്? ബാരോമീറ്റർ. ക്വസ്റ്റ്യൻ വന്നതാണ് ബാരോമീറ്റർ അല്ലേ? അന്തരീക്ഷ മർദ്ദം അളക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം? ബുധൻ, ശുക്രൻ, യുറാനസ്, വ്യാഴം, അതായത് ജൂപ്പിറ്റർ. ഏതാണ്? ശുക്രൻ. വീനസിനാണ് ഏറ്റവും തിളക്കമുള്ളത് അല്ലേ? ബുധൻ സൂര്യനുമായി ഏറ്റവും അടുത്തതാണ് എന്ത്? ബുധൻ. വ്യാഴം ഏറ്റവും വലുതാണ്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശൈത്യ അയനാന്ത ദിവസം വിച്ച് എമോങ് ദ ഫോളോവിങ് ഈസ് വിൻ്റർ സോളിസ്റ്റൈസ്? നമുക്ക് പഠിക്കേണ്ടതാണ് അയനാന്തങ്ങളും വിഷുവങ്ങളും. ശ്രദ്ധിക്കണം കേട്ടോ, വിഷുവങ്ങളും അയനാന്തങ്ങളും എന്താണ് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. മാർച്ച് 21 അല്ലേ? മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22. ഉത്തരം ഡിസംബർ 22. എന്താണ് ഈ ഡിസംബർ 22ൻ്റെ പ്രത്യേകത? നമുക്ക് SCERT ടെക്സ്റ്റിൽ തന്നെ കാണാം. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. സെപ്റ്റംബർ 23 മുതൽ മധ്യരേഖയിൽ നിന്നും തെക്കോട്ട് അയനം തുടരുന്ന സൂര്യൻ ഡിസംബർ 22 ദക്ഷിണായന രേഖക്ക്, നമുക്കറിയാം ഭൂമിയുടെ ദക്ഷിണായന രേഖ എന്ന് പറഞ്ഞാൽ സെൻട്രൽ നമുക്കറിയാം 0 ഡിഗ്രി, അതെന്താണ്? ഇക്വേറ്ററാണ്, ഭൂമധ്യരേഖ. അതുപോലെ 23 ഡിഗ്രി അല്ലേ? 23.5 ഡിഗ്രി സൗത്തിലുള്ളതാണ് എന്ത്? ദക്ഷിണായന രേഖ അല്ലേ? ഈ ദക്ഷിണായന രേഖയ്ക്ക് നേർ മുകളിൽ സൂര്യൻ വരുന്നത് ഡിസംബർ 22. ഈ സമയത്ത്
നോർത്തിൽ ഈ സമയത്ത് ശ്രദ്ധിക്കണം, നോർത്തിൽ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിൽ അതായത് ഉത്തരാർദ്ധഗോളത്തിൽ വിൻ്റർ സോളിസ്റ്റേസ് ആയിരിക്കും. എന്താണ് വിൻ്റർ അതായത് ശൈത്യ അയനാന്തം. ക്ലിയർ അല്ലേ? ഇത് SCERT നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഹാർഡ്ലി സെൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതെവിടെയാണ്? ഫ്രിജിഡ് സോൺ ശൈത്യമേഖല, മധ്യ അക്ഷാം, മിഡ് ലാറ്റിറ്റ്യൂഡ്, ട്രോപ്പിക്കൽ റീജിയൻ, പോളാർ റീജിയൻ. എവിടെയാണ് അത് വരുന്നത്? ട്രോപ്പിക്കൽ റീജിയനിലാണ്, അതല്ലെങ്കിൽ ഉഷ്ണമേഖലയിലാണ് ഹാർഡ്ലി സെൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഏറ്റവും വലിയ ശിലാമണ്ഡല ഫലകമേത്? ഓപ്ഷൻ നോക്കാം നമുക്ക്. ഇന്ത്യൻ ഫലകം, വടക്കേ അമേരിക്കൻ ഫലകം, ആസ്ട്രേലിയൻ ഫലകം, പസഫിക് ഫലകം. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഉത്തരം ഏറ്റവും വലിയതാട്ടോ, ലാർജസ്റ്റ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്ന് പറയുന്നത് പസഫിക് ആണ്. പസഫിക് അല്ലേ? പസഫിക് പ്ലേറ്റ് ആകുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി എത്രയാണ്? രേഖാംശീയം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ അല്ലേ ഏതൊക്കെ രേഖാംശങ്ങൾക്കിടയിലാണ് ഇന്ത്യയുടെ അല്ലേ, അതാണ് അതാ ചോദിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡൽ എക്സ്റ്റെൻറ്റ് 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വരെ. അത് രേഖാംശീയല്ല, അത് അക്ഷാംശമാണ് കേട്ടോ. ലാറ്റിറ്റ്യൂഡാണ് 8 ഡിഗ്രി 4 മുതൽ 37 ഡിഗ്രി 6 വരെ. എന്നാൽ 24 ഡിഗ്രി 21 അതാണോ? അല്ല. പിന്നെ എവിടെ നിന്നാണ്? 68 ഡിഗ്രി 7 മുതൽ പിന്നെയോ 97 ഡിഗ്രി 25 അല്ലേ 2-5 വരെ, അതുവരെ കിഴക്ക് വരെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇനി ഭൂപടവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 1:15,000 അതായത് 1:50,000 തോതിലുള്ള ഒരു ധാരാതലീയ ഭൂപടത്തിൽ 10 സെൻറ്റിമീറ്റർ അകലത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള 2 സ്ഥലങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ അകലം എത്ര? ഇതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഒരു യൂണിറ്റ് 50,000 എന്ന ലെവലിലാണ് ഉണ്ടാവുക. ഒരു യൂണിറ്റ് 50,000. ഇവിടെ കിലോമീറ്ററിലല്ല തന്നത്. കിലോമീറ്റർ എന്തായിരിക്കും? കിലോമീറ്റർ ആണെങ്കിൽ എത്ര? 1000 മീറ്റർ അല്ലേ ഒരു കിലോമീറ്റർ? 1000 മീറ്ററാണ് ഒരു കിലോമീറ്റർ. നമുക്കിവിടെ 10 സെൻറ്റിമീറ്ററാണ് തന്നത്. 10 സെൻറ്റിമീറ്റർ എടുത്താൽ നമുക്കൊരു മീറ്ററിലേക്ക് എത്തണമെങ്കിൽ എത്ര വേണം? ഇപ്പോൾ 100 സെൻറ്റിമീറ്ററാണ് ഒരു മീറ്റർ അല്ലെ? 100 സെൻറ്റിമീറ്റർ. ഇപ്പോൾ 10 സെൻറ്റിമീറ്ററിൻ്റെ ഇൻറ്റു 10 കൊണ്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? 100 സെൻറ്റിമീറ്റർ കിട്ടും. അതായത് 1 മീറ്റർ കിട്ടും. ക്ലിയർ അല്ലേ? 1 മീറ്റർ കിട്ടും. അപ്പോൾ നമ്മൾക്ക് തന്ന ഈ 10 സെൻറ്റിമീറ്റർ 10 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ 1 മീറ്റർ കിട്ടി. 1 മീറ്ററിനെ 1 കിലോമീറ്റർ ആക്കണമെങ്കിൽ എത്ര? 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണ്ടേ? 1000 മീറ്റർ അല്ലേ 1 കിലോമീറ്റർ? അതുപോലെ നിങ്ങളൊന്ന് ഇൻറ്റു ചെയ്ത് നോക്ക്. ഇതിനെ 1000 കൊണ്ട് വീണ്ടും 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അതായത് നമ്മൾ 10 കൊണ്ട് ചെയ്ത് വീണ്ടും 1000 കൊണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് 10 സെൻറ്റിമീറ്ററിനെ അല്ലേ 10 സെൻറ്റിമീറ്റർ 10,000 കൊണ്ട് ഇൻറ്റു ചെയ്താലാണ് എന്ത് കിട്ടുക? നമുക്ക് 1 കിലോമീറ്റർ കിട്ടുക. ക്ലിയർ അല്ലേ? 10 സെൻറ്റിമീറ്ററിനെ 10,000 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 1 കിലോമീറ്റർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ 50,000 അല്ലേ തോത്? 50,000 ആവുമ്പോൾ 5 കിലോമീറ്റർ ഉണ്ടാവില്ലേ? മനസ്സിലായില്ലേ? ഇതാണ്. ഇതിൽ നിന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താം. 1:50,000 എന്ന തോതിലാണെങ്കിൽ 10 സെൻറ്റിമീറ്റർ എടുത്താൽ അത് എത്ര കിലോമീറ്ററാണ്? അത് 5 കിലോമീറ്റർ ആകുന്നു. ഉത്തരം കിട്ടിയില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. താഴെ കൊടുത്തിരിക്കുന്നതിൽ മാനവ വികസന സൂചികയിൽ അതായത് HDI ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് അതിൽ പരിഗണിക്കപ്പെടാത്തതേത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഒന്ന് നോക്കാം ആദ്യം. ലൈഫ് എക്സ്പെക്റ്റൻസി, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, ഗ്രോസ് സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റ്, പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ശ്രദ്ധിക്കുന്നത് നമ്മൾ നോക്കുന്നത് ലൈഫ് എക്സ്പെക്റ്റൻസി ആയുർദൈർഘ്യം നോക്കും. അതുപോലെ സ്കൂളിലെ എൻറോൾമെൻറ്റ് റേറ്റ് നോക്കും. പെർ ക്യാപിറ്റ പ്രതിശീർഷ വരുമാനം നോക്കും. അവിടെ നമ്മൾ എന്ത് ചെയ്യില്ല? മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം നോക്കൂല. GDP ഒന്നും നോക്കിയിട്ടല്ല എന്ത് ചെയ്യുന്നത്? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കണക്കാക്കുന്നത്. സ്വാഭാവികമായിട്ട് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ഭാഗം എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.